കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിനെതിരെ അവകാശലംഘന നോട്ടീസ്. കർണാടക ഉപമുഖ്യമന്ത്രി ടി.കെ. ശിവകുമാറിനെതിരായ പരാമർശത്തിൽ കോൺഗ്രസ് എം.പി. ജയറാം രമേശാണ് രാജ്യസഭയിൽ നോട്ടീസ് നൽകിയത്. സജു തോമസ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. സജു, ഈ നോട്ടീസ് ഇതെന്തിനാണ്? അമൃത, ടി.കെ. ശിവകുമാറിനെതിരായിട്ടുള്ള പരാമർശത്തിലാണ് ഇപ്പോൾ അവകാശ ലംഘന നോട്ടീസ് ജയറാം രമേശ് രാജ്യസഭയിൽ ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇന്ന് രാജ്യസഭ സമ്മേളിച്ച ആദ്യ സമയങ്ങളിൽ ഈ കർണാടകയുമായിട്ട് ബന്ധപ്പെട്ട് ചില വലിയ വിവാദങ്ങൾ ഈ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും എം.പിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. തുടർന്ന് വലിയ പ്രക്ഷോഭമാണ് രാജ്യസഭയിൽ ഉണ്ടായത്. പ്രത്യേകിച്ച് ഈ വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഭരണഘടനയ്ക്കെതിരായിട്ട് കോൺഗ്രസ് നിലനിൽക്കുന്നു എന്നുള്ള ആരോപണമൊക്കെയും എന്തായാലും മന്ത്രിമാരടക്കമുള്ളവർ ഉന്നയിക്കുന്ന കാഴ്ച കണ്ടത്. എന്തായാലും അതിന് മറുപടിയായിട്ട് ടി.കെ. ശിവകുമാർ അടക്കം രംഗത്ത് വന്നിരിക്കുന്നു. കരാറുകളിൽ 4% സംവരണം ന്യൂനപക്ഷങ്ങൾക്ക് നടപ്പിലാക്കുന്നുവെന്ന ആ തീരുമാനത്തെ അതിനെ എതിർത്തുകൊണ്ടാണ് എന്തായാലും നേതാക്കളടക്കമുള്ളവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധവുമായിട്ട് രംഗത്തേക്ക് വന്നത്. എന്തായാലും രാജ്യസഭയിൽ ഈ വിഷയം ഉന്നയിച്ച ഉടൻ തന്നെ ലോക്സഭയിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തുടരുകയായിരുന്നു. എന്തായാലും 2 മണിവരെ ഇരു സഭകളും പിരിഞ്ഞിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുന്നത്. ഈ വിഷയത്തിനാണ് ഇപ്പോൾ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. രാജ്യത്തെ ഭരണഘടനയെ നശിപ്പിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്നുള്ള തരത്തിൽ പോലും ഈ മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് കിരൺ റിജിജുവിന്റെ ഭാഗത്തുനിന്നുള്ള പ്രസ്താവന വന്നു. അതിനെതിരെയാണ് ഇപ്പോൾ ടി.കെ. ശിവകുമാർ അടക്കമുള്ളവർ എന്തായാലും കോടതിയെ സമീപിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെയും പറഞ്ഞിരുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അവകാശ ലംഘനത്തിന് നോട്ടീസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അമൃത. ശരി സജു.